മാതൃ ശിശുമരണ നിരക്കുകളിൽ കുറഞ്ഞു വരുന്നത് പറഞ്ഞു. ഇപ്പോൾ 3 കൊല്ലം കൂടിയതിനെ കുറിച്ചുള്ള ഇന്നത്തെ എക്കണോമിക് റിവ്യൂവിലെ റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കുലനാടൻ പറഞ്ഞത്. ഈ ഗവൺമെന്റിന്റെ കയ്യിലൊരു ഡേറ്റ, ഹെൽത്ത് ഡേറ്റ ഉണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രസവങ്ങൾ ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളിലേക്ക് അതിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞ് 70% കേരളത്തിലെ ഡെലിവറീസ് ഇപ്പം നടക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ് എന്നുള്ള കാര്യം, അങ്ങനെ ഒരു ഡേറ്റ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഈ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കുറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഷിഫ്റ്റ് ആണ് എന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ശിശുമരണ നിരക്ക് നിയോനേറ്റൽ മോർട്ടാലിറ്റി അല്ല സാർ. ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നിയോനേറ്റൽ മോർട്ടാലിറ്റി വേറെ ഉണ്ട് സാർ. UDFന്റെ കാലത്ത് 2015-16 6 ഈ കാലഘട്ടത്തിൽ 3-നും 4-നും ഇടയിലേക്ക് അത് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു സാർ. ശിശുമരണ നിരക്ക്, ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ സാർ, അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് കുറയ്ക്കാൻ സാധിച്ചത്? അത് പൊതുജനാരോഗ്യ ഇന്റർവെൻഷനിലൂടെ സാധിച്ചു സാർ. ജനിക്കുമ്പോൾ കുഞ്ഞ് മരിക്കുന്നത് നിയോനേറ്റൽ മോർട്ടാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശിശുമരണ നിരക്ക്, ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പൊതുജനാരോഗ്യ ഇന്റർവെൻഷൻസ് ഉണ്ട് സാർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2 ഉദാഹരണം ഞാൻ പറയാം സാർ. ഹൃദ്യം പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ജന്മനാ ഹൃദയവൈകല്യം ഉള്ള കുഞ്ഞുങ്ങളെ അത് കണ്ടെത്തി അവർക്ക് സൗജന്യമായി കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടത്തുന്നതിന് ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചു സാർ. ഇപ്പോൾ ഏതാണ്ട് 9,000-ഓളം കുഞ്ഞുങ്ങൾക്ക് ആ ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ട് സാർ. വലിയ രീതിയിൽ അത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കെയർ പദ്ധതി സാർ, സ്പൈനൽ മസ്കുലർ അട്രോഫി പോലെ കോഴിക്കോടുള്ള നമ്മുടെ ആ മകളുടെ പേര് ഞാൻ പറയുന്നില്ല, 18 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞാണ്. അങ്ങനെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ SMA ഉൾപ്പെടെയുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ചു. ഒരു വയൽ മരുന്നിന് 1.5 ലക്ഷത്തിന് മുകളിൽ ചിലവാകുന്ന ആ മരുന്ന് സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് സാർ. മറ്റൊരു സംസ്ഥാനവും അത് ആരംഭിച്ചിട്ടില്ല സാർ. അങ്ങനെ അപൂർവ രോഗവുമായിട്ട് ബന്ധം. അതുപോലെ ശലഭം പ്രോജക്ട് സാർ, ഏർലി ഡിറ്റക്ഷൻ. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക. ഇനി ഒരു കാര്യം കൂടിയുണ്ട് സാർ, ഇതൊരു ഇൻഫർമേഷന്റെ ഭാഗം കൂടി ആയതുകൊണ്ട് അമ്മയുടെ ഗർഭാവസ്ഥയിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനറ്റിക് പരിശോധന സ്വകാര്യ മേഖലയിൽ വലിയ ചെലവേറിയതാണ് സാർ. അത് സർക്കാർ മേഖലയിൽ നല്ല കൃത്യമായി അത് നടപ്പിലാക്കി കൊടുക്കുന്നതിനുള്ള സൗകര്യം നമ്മൾ ആരംഭിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. SMAയിൽ സാർ ഇപ്പോ ഈ ഡിസീസ് വരുമെന്നുള്ളത് കണ്ടുകൊണ്ട് ഒരു കുഞ്ഞിന് മരുന്ന് കൊടുത്തു. ആ കുഞ്ഞ് ഇപ്പോൾ 1 വയസ്സാകുന്നു സാർ. വളരെ അവൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് സാർ. അപ്പോ ശിശുമരണ നിരക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. 2015-16 12 നിന്ന് സാർ 5-ലേക്ക് എത്തുമ്പോൾ അഭിമാനത്തോടെയാ സാർ പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു അത് അഹങ്കാരമാണെന്ന്? സാർ, ഇത് അഭിമാനമാണ് സാർ. കേരളം ഒന്നായി കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നേടിയ ഒരു നേട്ടമാണ് സാർ. അമേരിക്കൻ ഐക്യനാടുകളുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെക്കാൾ, ശിശുമരണ നിരക്കിനേക്കാൾ അത് 5.6 ആണെങ്കിൽ കേരളത്തിൻ്റെത് 5 ആണ് എന്നുള്ളത് ഓരോ കേരളീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ് സാർ. ഒരു സ്പാനിഷ് ലേഡിയുടെ, ഒരു വ്ളോഗറുടെ അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് കണ്ടിരുന്നല്ലോ സാർ, നമ്മളെല്ലാവരും കണ്ടിരുന്നു. അവരെന്താണ് പറഞ്ഞത്? ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ പോയ ഒരു അനുഭവമാണ് പങ്കുവച്ചത്. ICU ഇല്ലെന്ന് പറഞ്ഞ, ഒരു സൗകര്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞ ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു സ്പാനിഷ് ലേഡി പോയിട്ട് പറയുകയാണ് അവർ അത്ഭുതപ്പെട്ടു. അവരുടെ നാട്ടിൽ എത്രയോ മണിക്കൂറുകൾ, 8 മാസം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു കൺസൾട്ടേഷന് 10 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ സാധ്യമായി എന്ന് പറഞ്ഞതൊരു സ്പാനിഷ് ലേഡിയാണ് സാർ. സാർ, ഇത് അവരുടെ സാക്ഷ്യങ്ങളല്ലേ സാർ? സാർ, അതുപോലെ സൗജന്യ ചികിത്സാ പദ്ധതിയെ കുറിച്ച് പറയുകയുണ്ടായി സാർ. സാർ, കേരളത്തിൽ 8,400-ലധികം കോടി സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ കേരളത്തിലെ ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചു സാർ. ഒരു കണക്ക് കൂടി ഞാൻ പറയട്ടെ സാർ. കാത്ത് ലാബുകൾ, നേരത്തെ UDFന്റെ കാലത്ത് ലാബുകളാണ് ഇല്ലാതിരുന്നതെങ്കിൽ ഇന്ന് ലാബുകൾ സ്ഥാപിച്ചു, അതിന്റെ നെറ്റ്വർക്ക് സ്ഥാപിച്ചു. എല്ലാ ജില്ലകളിലും കാത്ത് ലാബ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയും ചെയ്തു സാർ. സാർ, എന്താണ് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള വശം എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സാർ. ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് സ്വകാര്യ മേഖലയിൽ 4-5 ലക്ഷം രൂപയാകുമ്പോൾ, അങ്ങനെ പറയുന്നു ആളുകൾ, അങ്ങനെ ആകുമ്പോൾ സാർ എല്ലായിടത്തും കാത്ത് ലാബുകൾ സ്ഥാപിച്ചതോടുകൂടി ഒരു ദിവസം കേരളത്തിലെ കാത്ത് ലാബുകളിൽ 100-നും 120-നും ഇടയിൽ ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്നുണ്ട് സാർ. മെഡിക്കൽ കോളേജുകളിലും DHSന്റെ കീഴിലുള്ള ആശുപത്രികളിലും നടക്കുന്നുണ്ട് സാർ. ഏറ്റവും ഒടുവിൽ അടിമാലി ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും കൂടി കാത്ത് ലാബ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു സാർ. 2 മാസത്തിനകം നമ്മളത് സാധ്യമാക്കും സാർ. സാർ, 4 ലക്ഷം അല്ലെ 5 ലക്ഷം രൂപ 100-120 പേർക്ക് ഒരു ദിവസം സംസ്ഥാനത്ത് ചെലവാകുന്ന സാഹചര്യത്തെ ഒഴിവാക്കി അത് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് സാർ. സ്വകാര്യ മേഖലയിലേക്ക് പോകുമായിരുന്ന പണം അത് നഷ്ടപ്പെടുത്താതെ ആളുകൾക്ക് ആ നിലയിൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ നോക്കിയത് കേരളമാണ് സാർ. സാർ, ഒരു കാര്യം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ സർവേ ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഈ കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെ ഇത് മാറി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടേ സാർ? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ രേഖകൾ അനുസരിച്ച് നേരത്തെയുള്ള ഇതിനേക്കാൾ ചികിത്സയിൽ ഉണ്ടായ കുറവ് ഗ്രാമീണ മേഖലയിൽ 17,000-ൽ നിന്ന് 10,000-ആയി കുറഞ്ഞു സാർ. നഗരമേഖലയിൽ 23,000-ൽ നിന്ന് 13,000-ആയി കുറഞ്ഞു സാർ. ആർക്കും സെർച്ച് ചെയ്യാവുന്ന ഡേറ്റയാണ് സാർ. ആ ഡേറ്റ ഗൂഗിളിൽ അവൈലബിൾ ആണ്. NSSO സർവേ ഡേറ്റ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ 2024-ൽ പുറത്തു വന്നതാണ് സാർ. സാർ, കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ചികിത്സാ ചെലവിൽ ഈ കുറവുണ്ടായി എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ. ബഹുമാന്യനായിട്ടുള്ള ശ്രീ മോൻസ് ജോസഫ് അദ്ദേഹം ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി സാർ. ഞാൻ അതിന്റെ ഒരു പേപ്പർ കൂടി എടുക്കട്ടെ. ഡോക്ടർ കമ്മത്തിനെ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി സാർ. അദ്ദേഹം തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ എന്നെനിക്കൊരു സംശയമുണ്ട് സാർ. കാരണം കേരളത്തിലെ ഈ ആശുപത്രി ആരോഗ്യ രംഗത്തെക്കുറിച്ച് ഡോക്ടർ കമ്മത്ത് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് തലക്കെട്ട് മാത്രമല്ല, അതിന്റെ ഒരു കണ്ടന്റ് വായിച്ചു നോക്കണം സാർ. ആ കണ്ടന്റിനകത്ത് പറയുന്ന കാര്യം കേരളത്തിലെ ആരോഗ്യരംഗം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഞാൻ എക്സാക്ട്ലി ആ വാക്കുകൾ ഓർക്കുന്നില്ല, പക്ഷെ അത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA-മാർ സൂചിപ്പിച്ചു, വമ്പൻ കോർപ്പറേറ്റ് ഭീമന്മാർ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ നിക്ഷേപം, മെജോറിറ്റി നിക്ഷേപം എടുത്തു കഴിഞ്ഞു. ഇവിടെ പല ജില്ലകളുടെയും കാര്യം സൂചിപ്പിക്കുകയുണ്ടായി സാർ. നമ്മൾ വായിക്കുന്നു, ഒരു ബെഡിന് കേരളത്തിൽ ഈ വമ്പൻ കോർപ്പറേറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക 2.5 കോടി രൂപയാണ്. 2.5 കോടി രൂപ സാർ. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ 1.5 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ 2.5 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി കേരളത്തിൽ സാധാരണക്കാർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് ചെറിയ ആശുപത്രികളെ സഹായിക്കണം എന്നുമുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാർ. കോർപ്പറേറ്റുകൾ വരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ മോൻ ജോസഫ് അതിന്റെ തലക്കെട്ട് മാത്രമാണ് ഇവിടെ വായിച്ചത് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ.